അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അള്ളാഹു എല്ലാവർക്കും ഖൈറും ബറക്കത്തും നൽകുമാറാവട്ടെ. ഹജ്ജുമായി ബന്ധപ്പെട്ട് ഇന്ന് ഈ രണ്ടാം ക്ലിപ്പിലൂടെ നിങ്ങളുമായി പങ്കുവെക്കുന്നത് അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഇമാം മുസ്ലിം റഹിമഹുല്ലാ അവിടുത്തെ സ്വഹീഹിൽ നൽകിയിട്ടുള്ള ഒരു ഹദീസാണ്. ഹജ്ജ് അതിൻ്റെ മുമ്പുള്ള പാപങ്ങളെ തകർത്ത് കളയും, ഇല്ലാതാക്കി കളയും. അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു പറയുകയാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആല എൻ്റെ ഖൽബിൽ, ഹൃദയത്തിൽ ഇസ്ലാമിനെ ആക്കി തന്നപ്പോൾ, ഇസ്ലാമിനെ ഇട്ട് തന്നപ്പോൾ ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ചെന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞു, അങ്ങയുടെ കൈ എനിക്കൊന്ന് നീട്ടിത്തരിക, ഞാനൊന്ന് ബൈഅത്ത് ചെയ്യട്ടെ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കൈ നീട്ടിക്കൊടുത്തു. അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു പറയുകയാണ്, ആ സമയത്ത് ഞാൻ എൻ്റെ കൈ നീട്ടാതെ പിടിച്ചു വെച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് ചോദിച്ചു, മാലക യാ അംർ, അംർ താങ്കൾക്ക് എന്താണ് സംഭവിച്ചത്? ഞാൻ പറഞ്ഞു, എനിക്ക് ഒരു നിബന്ധനയുണ്ട്, ഞാനൊരു നിബന്ധന ഉദ്ദേശിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് ചോദിച്ചു, അംർ എന്താണ് താങ്കളുടെ നിബന്ധന? ഞാൻ പറഞ്ഞു, എൻ്റെ പാപങ്ങളെല്ലാം എനിക്കൊന്ന് പുറത്ത് കിട്ടണം. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞു, അമാ അലിംത അന്നൽ ഇസ്ലാമ യഹ്ദിമു മാ കാന ഖബ്ലഹു വ അന്നൽ ഹിജ്റത തഹ്ദിമു മാ കാന ഖബ്ലഹാ വ അന്നൽ ഹജ്ജ യഹ്ദിമു മാ കാന ഖബ്ലഹു. താങ്കൾക്കറിയില്ലേ, ഇസ്ലാം അതിന് മുമ്പുള്ള എല്ലാ പാപങ്ങളെയും തകർത്ത് ഇല്ലാതാക്കി കളയുന്നു. ഹിജ്റ അതിന് മുമ്പുള്ള എല്ലാ പാപങ്ങളെയും ഇല്ലാതാക്കി തകർത്ത് കളയുന്നു. ഹജ്ജ് അതിന് മുമ്പുള്ള എല്ലാ പാപങ്ങളെയും തകർത്ത് ഇല്ലാതാക്കി കളയുന്നു. അപ്പോൾ ഹജ്ജ് ചെയ്യുന്ന ഒരാൾ ആ ഹജ്ജ് കർമ്മം നിർവഹിച്ച് കഴിയുന്നതോടെ അയാളുടെ മുൻ കഴിഞ്ഞു പോയ പാപങ്ങളെയെല്ലാം ഇല്ലാതെയാക്കി തകർത്ത് കളഞ്ഞ് ആണ് ഒരാൾ ഹജ്ജ് നിർവഹിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹജ്ജ് കർമ്മം നിർവഹിക്കുവാൻ നമ്മൾക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബാറക്കല്ലാഹു ഫീക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.